സാരല്ല കേട്ടമ്മ, ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വരിക. ഡോക്ടർ വന്നമ്മേ. എന്താ ഡോക്ടറെ അല്ലമ്മ, അല്ലമ്മ, ഡോക്ടർ അമ്മേതേ അല്ല അല്ലമ്മ, ഡോക്ടർ കേട്ടോ. കൈ അടിക്കും, അമ്മയുടെ കൈ അടിക്കും. അല്ലമ്മ, അത് ഡോക്ടറാണേ. അമ്മ അമ്മ അനക്കായിരിക്കും കേട്ടോ, കേട്ടോ. ഞാൻ നോക്കട്ടെ കേട്ടോ, അവിടെ കേട്ടോ. നോക്കൂ, ഇത് ഒരു വീതം 2 നേരം ശ്വാസം മുട്ടുമ്പോൾ കൊടുക്കണം കേട്ടോ. ശ്വാസം മുട്ടുള്ളപ്പോൾ കൊടുക്കണം. പിന്നെ അത് ചുമക്കുള്ള മരുന്നാണ്, അത് ഒരു വീതം 1 ടീസ്പൂൺ 2 നേരം കേട്ടോ. എന്നാ പോട്ടെ കേട്ടോ അമ്മ, ഞാൻ മരുന്ന് കഴിക്കും കേട്ടോ. ശരി ഡോക്ടറെ, ഞാൻ നിങ്ങളുടെ ഫീസ് ചോദിച്ചിട്ടില്ലല്ലോ. ഫീസ് ചോദിച്ചിട്ടല്ല ഞാൻ നിങ്ങൾ അങ്ങനെ നോക്കിയ ഇങ്ങോട്ട് വന്നത്, മനസ്സിലായേ? അമ്മ ആദ്യം മരുന്നൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഒക്കെ ശരിയാവും കേട്ടോ, മരുന്ന് ശരിക്കും കഴിക്കും. ഒക്കെ ശരിയാവും കേട്ടോ. ശരി കേട്ടോ. 6 മാസമായിട്ട് വാടക തന്നില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നമ്മൾ ഉടനെ ഇറങ്ങിത്തരണം. ഈ 1 മാസം കൂടി ക്ഷമിക്കണം. 1 മാസം കൂടെ എത്ര മാസമായി? ഇത് ഞാൻ എന്താ ചെയ്യാ? അടുത്ത മാസം ശരിയാക്കി തരാം. ഈ മാസം കൂടി നോക്കട്ടെ. ആ പ്രമിത, എവിടെയായിരുന്നു നീ? ഞാൻ എത്ര നിന്നെ തേടി അലഞ്ഞു. നിനക്കെന്താ പറ്റിയത്? എന്നെപ്പോലെ തന്നെ നല്ല ഒരു ജോലി നിനക്ക് കിട്ടിയിരുന്നില്ലേ? എൻ്റെ അമ്മയേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും. ആരാ? കൃഷ്ണൻകുട്ടിയല്ലേ? കുഞ്ഞുട്ടി, നമ്മുടെ കൃഷ്ണൻകുട്ടിയല്ലേ ഇന്നലെ വന്നത്? ആളല്ലേ ഇത്? ഇതാണ് അമ്മ എപ്പോഴും പറയുന്ന കൃഷ്ണൻകുട്ടിയേട്ടൻ. ഇങ്ങോട്ട് വരാൻ പറയൂ. അമ്മ വന്നാൽ മോളെ ചെറിയ ചെറിയ സുഖങ്ങൾക്കു വേണ്ടി പോലും തങ്ങളുടെ മാതാപിതാക്കളെ അനാഥാലയങ്ങളിൽ തള്ളുന്ന മക്കൾക്ക് ഒരു മാതൃകയായി തീർന്ന പ്രമിത എന്ന പെൺകുട്ടി തനിക്ക് സ്നേഹനിധിയായ തൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുവാൻ തൻ്റെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ കൂടെ പോകുമോ? തൻ്റെ മകളുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ ഈ അമ്മ തൻ്റെ ജീവൻ വെടിയുമോ? തുടരും.